ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2151. ഇന്ന് നവംബർ മാസം 20-ാം തീയതി, ഈ ആണ്ടിലെ 324-ാമത്തെ ദിവസത്തിലെത്തി. സ്കറിയ പുരോഹിതന്റെയും ഏലിശബായുടെയും ജീവിതത്തിലേക്ക് മാത്രമൊന്നുമല്ല ഇങ്ങനെ ദൈവത്തിന്റെ ഇടപെടലുണ്ടാവുക. ദൈവം അയച്ച ദൂതൻ ഇറങ്ങി ഇടപെടുക. നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇത് സാധ്യമാണ്. നമ്മൾക്കും അവകാശപ്പെട്ടതൊക്കെ തന്നെയാണ്. ഒരു ദൈവ അവബോധത്തെ ജീവിതത്തിൽ കൂടെ എക്കാലവും നിലനിർത്തുക എന്നുള്ളതാണ്. അതും ഒട്ടും നിരാശപ്പെടാതെ, പ്രത്യാശയോടും പ്രതീക്ഷയോടും കൂടി. അതിനുമപ്പുറത്ത് പ്രത്യേകിച്ച് ഒന്നിനും വേണ്ടി അല്ലാതെ ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ? പ്രത്യേകിച്ചൊന്നും നേടാൻ അല്ലാതെ. നേടാൻ ഒന്നുമില്ലെന്നല്ല, നേടുന്നതിനേക്കാളും അപ്പുറത്ത്, വിഭവങ്ങൾ സ്വരുക്കൂട്ടുന്നതിനേക്കാളും അപ്പുറത്ത് ഒരു ദൈവ സാമീപ്യത്തിന് വേണ്ടി ആരെങ്കിലും ദൈവത്തെ തേടാറുണ്ടോ? അന്വേഷിക്കാറുണ്ടോ? നമ്മളൊക്കെ എങ്ങനെയാണ് ദൈവബോധം പ്രകടിപ്പിക്കുക? അതൊരു അറിവും അനുഭവവുമായി നമ്മുടെ ഉള്ളിൽ നിലനിൽക്കുന്നുണ്ടോ? ഇങ്ങനെ നമ്മളെ ഇങ്ങനെ എന്താ പറയുക, എപ്പോഴും ഒരു ബോധത്തിന്റെ സൂചിമനയിൽ കയറ്റി നിർത്തുന്നുണ്ടോ? അതിൽ നിന്നൊരു ജാഗ്രത രൂപപ്പെടുന്നുണ്ടോ? അതാവശ്യമാണ്. പ്രത്യേകിച്ചൊരു ക്രിസ്മസ് ഒരുക്കകാലത്തേക്ക് നമ്മൾ പതിയെ നടന്നെടുക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിലൊരു ക്രിസ്തു അവബോധത്തിന് ഇനിയെങ്കിലും കുറെ കൂടി ഞാൻ ശ്രദ്ധ കൊടുത്തേ മതിയാവും. ആ ഒരു അവബോധം നിലനിർത്താനായിട്ട് ഞാൻ കുറെ കൂടി ജാഗ്രത കാട്ടിയേ മതിയാവും. പറയാൻ വളരെ എളുപ്പമാണ് കേട്ടോ. പലതും നമ്മളിങ്ങനെ വേഗം നഷ്ടപ്പെടുത്തി കളയുന്നുള്ളൂ. ദൈവാനുഭവമായാലും ദൈവിക സ്നേഹമായാലും ഭൂമിയിലെ മനുഷ്യ ബന്ധങ്ങളായാലും മനുഷ്യ സ്നേഹങ്ങളായാലും എന്തുകൊണ്ടാണ് പലതും നമ്മളിങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്നത്? ഒരാൾ എന്തിന് വില കൽപ്പിക്കുന്നുവോ അത് അയാൾ നഷ്ടപ്പെടുത്താതിരിക്കാനായിട്ട് ശ്രദ്ധിക്കും കേട്ടോ. ഒരാൾ എന്തിനാണോ വില തീരെ കൽപ്പിക്കാത്തത്, അത് നഷ്ടപ്പെടുന്നുണ്ടെന്ന് പോലും ഒരുപക്ഷെ അയാൾ തിരിച്ചറിയുന്നില്ല. ഓരോ മനുഷ്യന്റെയും ഇടപെടലുകളെ ഒന്ന് നോക്കിയാൽ, ഓരോ മനുഷ്യന്റെയും ജീവിതശീലങ്ങളെ ഒന്ന് വിലയിരുത്തിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്തൊക്കെ കാര്യങ്ങൾക്കാണ് അയാൾ മുഖ്യ വില നൽകുന്നത്, ഒരു പ്രാധാന്യം നൽകുന്നത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് ഏതൊരാൾക്കും കണ്ടെത്താൻ പറ്റും. അയാളുടെ ശീലങ്ങളെയും അയാളുടെ ഇടപെടലുകളെയും നോക്കിയാൽ മതി. തുടർച്ചയായി എന്തെങ്കിലുമൊക്കെ നമ്മൾക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, നമ്മൾ അവയ്ക്ക് തീരെ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ദൈവാനുഭവമായാലും മനുഷ്യ ബന്ധമായാലും. അതങ്ങനെ അല്ലാതാവാനായിട്ട് സ്കറിയ പുരോഹിതനെ ഏലിശബായുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ച ആ ദൈവത്തെയും ദൈവമയച്ച ദൂതനെയും ഒക്കെ നമുക്കൊന്നും കൂടി ചേർത്ത് പിടിക്കാം. ആമേൻ.